ഈ ഒരു ക്രോഷ്യ ചെയ്യുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ ഇത്തരത്തിൽ അഴിച്ചു പണിയുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ രണ്ട് യാൺസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള കോസ്റ്ററാണ്. ഈ ഒരു ബേജ് കളറിലുള്ള കോട്ടൺ യാണ് എൻ്റെ കയ്യിൽ കുറേ കാലങ്ങളായിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് ചെയ്താൽ അത്രയ്ക്ക് നീറ്റായിട്ട് വർക്ക് കിട്ടുമെന്ന് അറിയാത്തത് കൊണ്ടും പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ് കേട്ടോ ഇത്രയും കാലം ഇത് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു ക്രോഷ്യ പഠിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിലുള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ ഈ ക്രോഷ്യ ബൊക്കറ്റ് എന്നുള്ളത്. നമ്മുടെ ആ ഒരു കോസ്റ്റർ വെച്ചിട്ട് അതിൻ്റെ ചുറ്റിലും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ബൊക്കെ. എനിക്ക് തോന്നുന്നു ക്രോഷ്യ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തിട്ടുള്ള എല്ലാവരും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത്. ആ ഒരു സമയത്ത് ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ യൂട്യൂബിലെല്ലാം ഈ ബൊക്കെ ആയിരുന്നു കേട്ടോ ഏറ്റവും ട്രെൻഡിങ്. ആൾക്കാർക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സൊക്കെ കാണിച്ചിട്ടുള്ള കുറേ അധികം വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ കോസ്റ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.